അതറിയണമെങ്കിൽ തിരുവനന്തപുരത്ത് ഏതൊക്കെ ഭാഗത്താണ് പോളിംഗ് കുറഞ്ഞത് എന്ന് മനസ്സിലാക്കണം. എനിക്ക് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് അത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പ്രാഥമിക വിവരമനുസരിച്ച് തിരുവനന്തപുരത്ത് വോട്ട് കുറഞ്ഞിട്ടുള്ളത് പരമ്പരാഗതമായിട്ടുള്ള UDF LDFിൻ്റെ വോട്ട് ബാങ്കുകളിലാണ് ചോർച്ച വന്നിട്ടുള്ളത്. ഏത് വിഭാഗത്തിൻ്റെ പ്രീണിപ്പിക്കാനാണോ അവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം LDF തെറ്റായിട്ടുള്ള സന്ദേശം കൊടുത്തത്, ആ മേഖലയിലൊക്കെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആദ്യമേ പറയാം, അത് എത്രമാത്രം വസ്തുതാപരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്ക് കിട്ടിയ പ്രാഥമികമായ അറിവ് അതാണ്. അങ്ങനെയാണെങ്കിൽ ആ റിപ്പോർട്ട് ശരിയാണെങ്കിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം LDFിൻ്റെയും UDFിൻ്റെയും പരമ്പരാഗതമായിട്ടുള്ള വോട്ട് മേഖല, പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റുകളൊക്കെ തന്നെ വോട്ട് കുറഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് അവർ രണ്ടു കൂട്ടർക്കും തിരിച്ചടിയായിരിക്കും. BJPയെ സംബന്ധിച്ചിടത്തോളം BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞിട്ടൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യം രാജഗോപാൽജി മത്സര സമയത്ത് ഞങ്ങൾക്ക് വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ച മണ്ഡലങ്ങൾ, പ്രത്യേകിച്ചും നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളുണ്ട്. ആ നഗരകേന്ദ്രീകൃത മണ്ഡലങ്ങളിൽ പോളിംഗ് കുറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ പ്രാഥമികമായി എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കിരൺ തോമസ് ഈ ചർച്ചയിൽ എന്നോടൊപ്പമുണ്ട്. കിരൺ, തിരുവനന്തപുരത്ത് 68.6% പോളിംഗ്. കഴിഞ്ഞ തവണ അത് 65.74 ആയിരുന്നു. ശക്തമായ മത്സരം തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. കൊല്ലം മണ്ഡലം ഇത്തവണ രേഖപ്പെടുത്തിയ വോട്ട് 71.9 കഴിഞ്ഞ തവണ അത് 67.78 ആയിരുന്നു. വടകരയിൽ കഴിഞ്ഞ തവണ 80.4 ആയിരുന്നു, അത് ഇത്തവണ 81 ശക്തമായ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം 2009 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത് പോരാട്ട വീര്യം കൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ ഇറങ്ങി എന്ന് കരുതണമോ, അതല്ല നേരത്തെ ഇവിടെ വിലയിരുത്തിയതുപോലെ പുതുതലമുറ വോട്ടുകൾ, പുതിയ വോട്ടുകൾ, ഇവരെല്ലാം അവരുടെ ഈ ജനവിധിയിൽ അവരുടെ ഭാഗം പ്രകടിപ്പിക്കാൻ വേണ്ടി അവർ വോട്ടിനിറങ്ങി എന്ന് മനസ്സിലാക്കണമോ? ഞാൻ ഈ വിഷയത്തിൽ AT രമേശിനോടും KJ ജേക്കബിനോടും ചേർന്ന് നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പുതിയ തലമുറ വോട്ടുകൾ വളരെയധികം പോൾ ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. സാധാരണഗതിയിൽ ഇൻഫോ പാർക്കിനുള്ളിൽ കാണുന്ന ഒരു കാഴ്ചപ്പാടല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ ഞാൻ കണ്ടത്. പല ആളുകളും പതിവിന് വ്യത്യസ്തമായി ഞങ്ങൾക്ക് എല്ലാവർക്കും പൊതു അവധി ലഭിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിലുള്ള ഒട്ടുമിക്ക ആളുകളും തന്നെ വോട്ട് ചെയ്യാൻ തയ്യാറാണ്. അവർ പലരും അവരുടെ നാട്ടിൽ പോയി വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് മനസ്സിലാക്കുന്നത് വോട്ട് ചെയ്യാൻ ഇത്തവണ പതിവിന് വ്യത്യസ്തമായി വോട്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം കൃത്യമായി ഇത്തവണ യുവതലമുറയിലുണ്ട്. യുവതലമുറയിൽ മാത്രമല്ല, കഴിഞ്ഞ തവണ വോട്ട് ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ വർഷങ്ങളായി വോട്ട് ചെയ്യാതിരിക്കുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഇത്തവണ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ട്. ആ വോട്ടുകൾ ആർക്ക് ലഭിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്കിനി അറിയാനുള്ളത്. ആ വോട്ടുകൾ ജേക്കബ് നേരത്തെ പറഞ്ഞതുപോലെ ആ വോട്ടിലെ വലിയൊരു ഷെയർ ആം ആദ്മി പാർട്ടിക്കായിരിക്കാം, അതിൽ ചെറിയൊരു തെറ്റല്ലാത്ത ഒരു ഷെയർ നോട്ടയ്ക്കായിരിക്കാം. അതോടൊപ്പം തന്നെ അത് ചിലപ്പോൾ അത് ചില നരേന്ദ്രമോദി പിന്നെ ഒരു ബൂസ്റ്റപ്പിൻ്റെ ഭാഗമായിട്ട് ചില വോട്ടുകൾ അങ്ങോട്ട് പോയേക്കാം. പക്ഷേ അത് നിശ്ചയമായും അത് ഏതെങ്കിലും ഒരു LDF UDF തരംഗമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അതിനു പകരം പുതിയ തലമുറ വോട്ടുകൾ കൃത്യമായി തന്നെ അവരുടെ ആദ്യത്തെ, മിക്കവാറും പലരുടെയും ആദ്യത്തെ വോട്ട് തന്നെ ആയിരിക്കാം അതെന്ന് ഞാൻ കരുതുന്നു. അത് കൃത്യമായി പോൾ ചെയ്യും. അത് എവിടെ പോൾ ചെയ്യും? അവർ അത് കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരായി പോൾ ചെയ്യുമോ, അത് വർഗീയതയ്ക്കെതിരായി പോൾ ചെയ്യുമോ, അതോ ഒരു അസംതൃപ്തി വോട്ടാണോ പോൾ ചെയ്യപ്പെടുക? ഇതാണ് നമ്മൾ ഇനി കൃത്യമായി നോക്കിക്കാണേണ്ടതെന്നാണ് ഞാൻ കരുതുന്നത്. വളരെ പെട്ടെന്ന് ഞാൻ തിരിച്ചു വരാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അതിഥികൾ തുടരുക. കേരളം വിധി എഴുതി കഴിഞ്ഞു. 73.7% പോളിംഗ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. നമ്മോടൊപ്പം പാനലിസ്റ്റുകളായി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു MM ലോറൻസ്, MT രമേശ്, ഒപ്പം തന്നെ ഇലക്ഷൻ അനലിസ്റ്റുകളായ KJ ജേക്കബും കിരൺ തോമസും. ശ്രീ MM ലോറൻസ്, ഇവിടെ കിരൺ തോമസ് അദ്ദേഹം ഒരു പുതുതലമുറ വോട്ടറെ പ്രതിനിധീകരിക്കുന്ന വ്യക്തിയാണ്. വിലയിരുത്തുന്നത് പുതിയ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ഇത്തവണ. ആ പുതുതലമുറ വോട്ടുകളാണ്, ന്യൂ ജനറേഷൻ വോട്ടുകളാണ് 73.7% എന്ന പോളിംഗ് നിരക്കിലേക്ക് കേരളത്തെ എത്തിച്ചത്. അതേസമയം ഈ വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് മാറി മറിയുന്നു എന്നുള്ളത്, ഒരുപക്ഷെ അത് അസംതൃപ്തി വോട്ടുകളാകാം. അതുകൊണ്ട് തന്നെ നോട്ടാ ബട്ടൻ്റെ ഉപയോഗം ഇത്തവണ വ്യാപകമായി അവർ വിനിയോഗിച്ചിട്ടുണ്ടാകണം. അതല്ലെങ്കിൽ പിന്നീട് ആ വോട്ടുകൾ ഏറെക്കുറെ പോകാൻ സാധ്യത പുതുതലമുറ പാർട്ടിയെ വിശേഷിപ്പിക്കപ്പെടുന്ന ആം ആദ്മി പാർട്ടിയിലേക്കാണെന്നാണ്. എന്താണ് ഇതിനോടുള്ള താങ്കളുടെ പ്രതികരണം? പുതുതലമുറ എന്ന് പറയുന്ന വിഭാഗത്തെ വിവക്ഷിക്കുന്നത് യുവജനങ്ങളെയാണല്ലോ. ഇതെല്ലാ ഇലക്ഷനും ഉണ്ടായിട്ടുണ്ട്.
ഇപ്പോൾ മാത്രമല്ല, എല്ലാ ഇലക്ഷനും പുതിയ വോട്ടർമാരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. വോട്ടവകാശം കിട്ടുന്ന ആളുകളെ എണ്ണം വർദ്ധിക്കും. വോട്ടവകാശം നഷ്ടപ്പെടുന്ന വയസ്സന്മാരും ഉണ്ടാവും. അത് കാണാതെ കണ്ട് പുതിയ തലമുറ എല്ലാം തീരുമാനിക്കുന്നു പറയുമ്പോൾ വലിയ അർത്ഥമില്ല. പിന്നെ യുവജനങ്ങൾ നിരക്ക് സ്വാഭാവികമായും UPA ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അതിന് യാതൊരു സാധ്യതയും കാണുന്നില്ല. അതുകൊണ്ടാണ് വമ്പിച്ച അഴിമതി, കോൾഗേറ്റ്, എണ്ണ, ഗ്യാസ്, എന്തെല്ലാം നടക്കുന്നത്, ഗെയിം, തൊടുന്നിടത്ത് മുഴുവൻ അഴിമതി. എന്ത് പ്ലസ് പോയിന്റാണുള്ളത്? പിന്നെ സംസ്ഥാന ഗവൺമെന്റ് സ്ഥിതിയാണെങ്കിൽ അതിനേക്കാൾ പരിതാപകരമാണ്. സലീം രാജ്, സരിത, പിന്നെ അങ്ങനെ ഞാനിതൊക്കെ പറയേണ്ട ആവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതൊക്കെ. അപ്പം ഇതൊക്കെ വെച്ചിട്ട് ആൾ വോട്ട് ചെയ്യുമോ? ഇവർ തന്നെ പരമയോഗ്യന്മാരെ ഇവരെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരണം എന്ന് പുതുതലമുറയിൽപ്പെടുന്ന യുവാക്കളും യുവതികളും തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ. അങ്ങനെ തീരുമാനിക്കാൻ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഈ ചർച്ചയിൽ നമ്മളൊപ്പം മാത്യു കുഴൽനാടൻ കൂടി ചേർന്നിട്ടുണ്ട്. ശ്രീ MM ലോറൻസ്, MT രമേശ്, നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് മാത്യു കുഴൽനാടൻ, ഒപ്പം തന്നെ ശ്രീ MN കാരശ്ശേരി, രണ്ടുപേരും എന്നോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ പരസ്പരം മനസ്സിലാക്കിയല്ലോ ആരൊക്കെയുണ്ട്. ശ്രീ മാത്യു കുഴൽനാടൻ, MM ലോറൻസ് പറഞ്ഞതെല്ലാം താങ്കൾ കേട്ടല്ലോ. ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. ആ ഭരണവിരുദ്ധ വികാരത്തെ പ്രതിഫലിപ്പിക്കാൻ വേണ്ടി യുവാക്കൾ ഒന്നടങ്കം ഇത്തവണ വോട്ട് ചെയ്തിട്ടുണ്ടാകും. പരോക്ഷമായി അതെല്ലാം ഇടതു മുന്നണിക്ക് ഗുണം ചെയ്യുമെന്നാണ് പറഞ്ഞു വെച്ചത്. മറുപടി പറയാം. സാറിൻ്റെ ഒരു പ്രതീക്ഷയും സാറിൻ്റെ മുന്നണിയുടെ ഒരു പ്രതീക്ഷയുമാണ് പങ്കുവച്ചത്. പക്ഷേ ഞാൻ ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായി കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഈ ചെറുപ്പക്കാർ കഴിഞ്ഞ തവണ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള മാതിരി എന്ന് പറയുന്നതിനേക്കാളും ഒരു ലാർജർ ഒരു റേഷ്യോയിൽ ഈ തവണ ചെറുപ്പക്കാർ വോട്ടർമാരായി വന്നിട്ടുണ്ട്. കാരണം ഒരു ജനറേഷൻ ഷിഫ്റ്റ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ യുവാക്കളുടെ എണ്ണം ഈ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് വളരെ കൂടിയ ഒരു സമയമാണ് ഇപ്പോഴുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ ഇടുക്കി ലോക്സഭാ മണ്ഡലത്തിൽ മാത്രം ഏകദേശം 74,000 ചില്ലുവാനും ആദ്യമായി വോട്ട് ചെയ്യുന്നവരാണ് ഉണ്ടായത്. അത് കഴിഞ്ഞ തവണ അപേക്ഷിച്ച് അത് ആ പെർസെൻറ്റേജ് മാത്രം ഏകദേശം 30% കൂടുതലാണ്. 30%. അപ്പോൾ അതിൻ്റെ ഒരു കൺസിഡറബിൾ ഇൻക്രീസ് ചെറുപ്പക്കാരായി പുതിയ വോട്ടർമാരിൽ ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ മൊത്തം ഏകദേശം 12 ലക്ഷത്തോളം ചെറുപ്പക്കാർ ആദ്യമായി വോട്ട് ചെയ്യുന്നവർ കടന്നു വരുന്നു. അപ്പോൾ ഇവിടെ ഞങ്ങൾ കാണുന്നത്, ഇപ്പോൾ സാറ് പറഞ്ഞ ഒന്നിനെ ഞാൻ നിഷേധിക്കുന്നില്ല, ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ ഒരു ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവസരങ്ങൾ ഒരുപാട് തുറക്കപ്പെട്ട കഴിഞ്ഞ 5-10 വർഷങ്ങളിലാണ് ഇന്ത്യയിൽ ഇതുപോലുള്ള പുതിയതായ അവസരങ്ങൾ തുറന്നു കിട്ടിയത്. അത് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങളാണെന്ന് തിരിച്ചറിയുന്നവരാണ് മഹാഭൂരിപക്ഷം. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ, ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യൂത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ MBA പഠിച്ചവരാവാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവരാകാം, അല്ലെങ്കിൽ BTech കഴിഞ്ഞവരാകാം. അവർക്കൊക്കെ ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് നമുക്ക് എവിടെയാണ് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ IT മേഖല എടുത്താൽ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ 40,000 രൂപ ശമ്പളം, 60,000 രൂപ ശമ്പളം, 1.5 ലക്ഷം രൂപ ശമ്പളം, 2 ലക്ഷം രൂപ ശമ്പളം, ഇതൊക്കെ എന്നാണ് നമ്മൾ കേട്ടു തുടങ്ങിയത്? ഇതൊന്നും ഇന്ത്യയിലുണ്ടായ തൊഴിലല്ല, മറിച്ച് ഇതൊക്കെ വിദേശത്തുണ്ടായിരുന്ന തൊഴിൽ ഔട്ട്സോഴ്സ്. ഇന്ത്യയുടെ പുതിയ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ. അപ്പോൾ ആ സാമ്പത്തിക നയങ്ങളുടെ ഒരു ഗുണഭോക്താക്കൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരാണ്. അത് പക്ഷേ ഞാൻ ഒരു ആത്മവിമർശനം കൂടി അതിൻ്റെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് വേണ്ട പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കോൺഗ്രസിനോ ഞങ്ങൾക്കോ ഒക്കെ കഴിഞ്ഞോ എന്ന് ചോദിച്ചാൽ അത് പരിശോധിക്കേണ്ട സംഗതിയാണ്. പക്ഷേ സത്യസന്ധമായിട്ടും ആത്മാർത്ഥമായിട്ടും വിലയിരുത്തിയാൽ കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കിടയിൽ പുതിയ സാമ്പത്തിക നയങ്ങൾ കൊണ്ട് ഏറ്റവും കൂടുതൽ അവസരങ്ങൾ തുറന്നു കിട്ടിയത് ചെറുപ്പക്കാർക്കാണ്. ഇന്ന് നമ്മുടെ കേരളത്തിൽ പരിശോധിച്ചപ്പോൾ ബാംഗ്ലൂരിലും ചെന്നൈയിലും ഹൈദരാബാദിലും കാര്യമൊക്കെ വിട്, കേരളത്തിൽ ഒരു സാധാരണ ചെറുപ്പക്കാരൻ ഇപ്പോൾ ഒരു കോളേജ് വിട്ടിറങ്ങി, അല്ലെങ്കിൽ അവൻ്റെ പഠിത്തം കഴിഞ്ഞ് ജോലി ചെയ്യാൻ വില്ലിങ് ആണ്, വർക്ക് ചെയ്യാൻ, അവന് കിട്ടിയ അവസരങ്ങൾ എവിടെയാണ്? പുതുതായിട്ട് സർക്കാർ ജോലികളിൽ കാര്യമായ ഒരു ഓപ്പണിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. മറിച്ച് അവൻ വർക്ക് ചെയ്യാൻ അവസരം കിട്ടിയത് HDFCയിൽ, SBI ലൈഫ് ഇൻഷുറൻസിൽ, മാക്സിൽ, അല്ലെങ്കിൽ എയർടെല്ലിൽ, എസ്കോട്ട്, ഇങ്ങനെ പുതിയ സാമ്പത്തിക നയത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്ന ടെലികോം മേഖലയിലാണെങ്കിലും ഇൻഷുറൻസ് മേഖലയിലാണെങ്കിലും ന്യൂ ജനറേഷൻ ബാങ്കിങ് മേഖലയിലാണെങ്കിലും ചെറുപ്പക്കാർക്ക് അവിടെയല്ലാതെ എവിടെയാണ് അവസരം ലഭിച്ചത്? ഇത് ഇന്ത്യയിലെമ്പാടും നിങ്ങൾ നോക്കിയാൽ ഏത് സർക്കാരിനാണ് പുതുതായിട്ട് തൊഴിൽ കൊടുക്കാൻ സാധിച്ചത്? പക്ഷേ സ്വകാര്യ മേഖലയെ കൂടുതൽ നമ്മൾ ഓപ്പൺ ചെയ്തതോടുകൂടി, അല്ലെങ്കിൽ അവർക്ക് അവസരം കൊടുത്തതോടുകൂടി ഒരുപാട് തൊഴിലവസരം സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ വലിയ ഗുണഭോക്താക്കൾ ചെറുപ്പക്കാരാണ്. പിന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചാലും
ഞാൻ ഇപ്പോൾ തിരിച്ചു ഇവിടെ വരാം ശ്രീ മാത്യു കുഴൽ. ശ്രീ എം എൻ കാരശ്ശേരി, ഇവിടെ താങ്കൾ വരുന്നതിന് മുൻപേ നേതാക്കൾ സംസാരിക്കുകയായിരുന്നു. ഓരോരുത്തരും പറഞ്ഞു ഇത്തവണ പോളിംഗ് ശതമാനം 74-ൽ എത്തി നിൽക്കുന്നു, ഒരുപാട് പുതിയ വോട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇപ്പോൾ സരിത പോലെയുള്ള വിഷയങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ട്. അത് ചെറുപ്പക്കാർ നന്നായി ഇടതു മുന്നണിക്ക് അനുകൂലമായി അവർ വിനിയോഗിച്ചിട്ടുണ്ട് എന്ന് ശ്രീ എം ലോറൻസും, അതല്ല കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളുടെ ഗുണഫലങ്ങൾ അനുഭവിച്ച ചെറുപ്പക്കാർ നന്ദി സൂചകമായി അവർക്ക് വോട്ട് ചെയ്തു എന്ന് ശ്രീ മാത്യു കുഴൽനാടനും അവകാശപ്പെടുന്നു. നമ്മുടെ 2 ഇലക്ഷൻ അനലിസ്റ്റുകൾ പറയുന്നത് ഈ പുതുതലമുറ വോട്ടുകൾ ഒന്നെങ്കിൽ ആം ആദ്മി പാർട്ടിക്ക് പോയിരിക്കണം, വലിയൊരു ഭാഗം, ബാക്കി നോട്ടയിലേക്കും പോയിരിക്കണം എന്ന് അവർ വിലയിരുത്തുന്നു. ആം ആദ്മി പാർട്ടി എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്? ഇതിപ്പോൾ ഒരു പ്രവചനത്തിൻ്റെ പരിമിതി ഈ വർത്തമാനത്തിനുണ്ടാവും. ഇതിങ്ങനെയാണ് എന്ന് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ്, അങ്ങനെ പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അതൊക്കെ ഒരു രാഷ്ട്രീയ മര്യാദ കുറഞ്ഞതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ തീർച്ചയായിട്ടും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ആം ആദ്മി ഉന്നയിച്ച ചില പ്രശ്നങ്ങളിലേക്ക്, അതിലിപ്പോൾ ഏറ്റവും പ്രധാനം കോർപ്പറേറ്റുകളുടെ അധീശത്താണ്. ഇപ്പോൾ നമ്മൾ വിലക്കയറ്റം എന്ന് പറയും, അഴിമതി എന്ന് പറയും, ഇത് രണ്ടും കൂടി ഒന്നാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്രോളിന് വില കയറുന്നത് റിലയൻസിനോടുള്ള അടിമത്തം കൊണ്ടാണ്, ആ അടിമത്തം ഉണ്ടാവുന്നത് അഴിമതി കൊണ്ടാണ്. ഈ തരത്തിൽ കോർപ്പറേറ്റുകളുടെ കുത്തക മുതലാളിമാരുടെ ഭരണമാണ് നാട്ടിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇപ്പോൾ പത്രം ശ്രദ്ധിക്കുന്ന പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് ആ കാര്യത്തെപ്പറ്റി യാതൊരു സംശയമില്ല. എന്താ കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയത്തിലേക്ക് വേറെ ചില കാര്യങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടർ, സോഷ്യൽ മീഡിയ, അതായത് ഇപ്പോൾ ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയുള്ള മാധ്യമങ്ങൾ, അവിടെ എന്താ പ്രശ്നം വെച്ചാൽ ഇപ്പോൾ ഈ അഴിമതിക്കെതിരായിട്ട് സമരം ചെയ്യാൻ വ്യക്തികളെക്കാൾ കൂടുതൽ സാധിക്കും കമ്പ്യൂട്ടറിന്. ഒരു തെളിവ് പറയാം. ഇപ്പോൾ എത്രാം തീയതിയാണ് നിങ്ങളുടെ അപേക്ഷ കൊടുത്തത്, എത്ര ദിവസം നിങ്ങൾ അപേക്ഷ വെച്ചുകൊണ്ടിരുന്നു എന്ന് 1 സെക്കൻഡ് കൊണ്ട് കമ്പ്യൂട്ടർ വഴിക്കാണ് അപേക്ഷ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഈ തരത്തിൽ ഭരണത്തെ സുതാര്യമാക്കാൻ സാധിക്കും എന്ന് ചെറുപ്പക്കാർക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ എവിടെയാണ് കള്ളത്തരം കാണിച്ചത്, നിങ്ങൾ എവിടെയാണ് ഫയൽ പൂഴ്ത്തിയത്, ഫയൽ പൂഴ്ത്താൻ പറ്റില്ല കമ്പ്യൂട്ടറിൻ്റെ കാലത്ത്. ഇതുപോലെ നിങ്ങൾക്ക് മാതൃഭൂമിയാണ്, ദേശാഭിമാനിയാണ്, കൈരളി ചാനലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു വാർത്ത പൂഴ്ത്താൻ പറ്റില്ല, ഒരു കാര്യം ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ അമൃതാനന്ദമയിക്കെതിരായിട്ടുള്ള പുസ്തകത്തെ പറ്റിയുള്ള വാർത്ത ഏത് പത്രം, ഏത് ചാനൽ കൊടുത്തില്ലെങ്കിലും തീർച്ചയായിട്ടും അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വരും. ഈ തരത്തിൽ പുതിയ ടെക്നോളജി, പുതിയ മാധ്യമം, പുതിയ സാങ്കേതിക വിദ്യ തീർച്ചയായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. നമ്മൾ തിരിച്ചറിയാതെ പോരുത്. കാരണം കമ്മ്യൂണിസത്തെ തോൽപ്പിച്ച ഒരു സാധനം യന്ത്രങ്ങളാണ്. മനുഷ്യൻ്റെ അധ്വാനമാണ് എല്ലാത്തിൻ്റെയും ഏറ്റവും അടിയിലെ കാര്യം എന്ന് പഠിച്ചു വച്ചപ്പോൾ അങ്ങനെ അധ്വാനത്തിൻ്റെയും മിച്ചമൂല്യത്തിൻ്റെയും ഒക്കെ സിദ്ധാന്തങ്ങളെ നിസ്സാരമാക്കുന്ന മട്ടിൽ യന്ത്രങ്ങൾ വരികയാണ്, മെക്കനൈസേഷൻ. പക്ഷെ അതുകൊണ്ടൊന്നും വ്യവസ്ഥാപിതമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾക്കോ ബദലായി ആം ആദ്മി പാർട്ടി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഇതാണ് ഏറ്റവും നല്ല ബദൽ എന്ന തിരിച്ചറിവോ അല്ലെങ്കിൽ ആ തരത്തിലൊരു ബോധ്യപ്പെടലോ എങ്ങനെ ഉണ്ടാകും? അല്ലെങ്കിൽ അങ്ങനെ എന്തിനു കരുതണം യുവതലമുറ? ഇല്ല എന്താ വെച്ചാൽ ഇത് സാധ്യമാണ്. അതായത് ഈ തരത്തിൽ അഴിമതി മുക്തമായിട്ട് ഈ തരത്തിലുള്ള ജീർണതയില്ലാതെ ഒരു ഭരണം സാധ്യമാണ്. മാത്രമല്ല ഈ തരത്തിലൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമാവുന്ന രീതിയിൽ നമുക്ക് നമ്മുടെ പുതിയ മാധ്യമങ്ങളെയും പുതിയ യന്ത്ര സംവിധാനത്തെയും കമ്പ്യൂട്ടറിനെയും ഉപയോഗിക്കാൻ സാധിക്കും. ഈ കൈക്കൂലിയോ അല്ലെങ്കിൽ ഈ ജാതീയതയോ മതവർഗീയതയോ ഈ കെടുകാര്യസ്ഥതയോ സ്വജനപക്ഷപാതമോ ഇല്ലാതെ നമുക്ക് ഭരണം സാധ്യമാണ് എന്ന് അവർ വർക്ക് ചെയ്യുന്ന ഓഫീസുകളിൽ നിന്നും മറ്റു കാര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ശ്രീ എം എൻ കാരശ്ശേരി, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ അധികാരത്തിലെത്തിച്ച സാമൂഹ്യ സാഹചര്യങ്ങൾ മറ്റു പലതുമായിരുന്നു. അതായത് ഡൽഹി പെൺകുട്ടിയുടെ പീഡനത്തെ തുടർന്നുണ്ടായിട്ടുള്ള ശക്തമായ സ്ത്രീകളുടെ ഒരു വികാരം, അതിനെതിരെ ഉയർന്നു വന്ന വികാരം, അതോടൊപ്പം തന്നെ ദൈനംദിന ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടിരുന്ന ഒരുപക്ഷെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതിനോടുള്ള ഒരു സ്വാഭാവികമായ വികാര പ്രതികരണമായിരുന്നു അന്ന് ആം ആദ്മി പാർട്ടിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്തത്. അത്തരമൊരു സാമൂഹ്യ സാഹചര്യം കേരളത്തിലുണ്ടോ? അങ്ങനെ ഇല്ലാത്തിടത്തോളം കാലം എത്രത്തോളം രാഷ്ട്രീയമായി മുന്നോട്ട് പോകാൻ ആം ആദ്മിക്ക് കഴിയുമെന്ന ചോദ്യമുണ്ട്. അല്ല, ഇപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിൽ വെളിച്ചം ഒരു പ്രശ്നമാണ്, വെള്ളം ഒരു പ്രശ്നമാണ്, ഭക്ഷണം ഒരു പ്രശ്നമാണ്. അങ്ങനെ ഡൽഹിയിലെ ഒരു തലസ്ഥാന നഗരത്തിന് ചുറ്റുമുള്ള ഒരു ചെറിയ സംസ്ഥാനമാണിത്. അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത തരത്തിൽ